ചേട്ടൻ എന്നെ ഇഷ്ടമില്ലേ? ചേച്ചി അങ്ങനെയൊന്നുമില്ല. കുഞ്ഞ്, ഇനി എന്തിനാ കുഞ്ഞ് കരയുന്നത്? കുഞ്ഞിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ രവി സാറ് വേറെ കല്യാണം കഴിക്കുമായിരുന്നു. മോളെ, നിന്റെ നല്ല കാലത്തിനായി കല്യാണം നടക്കാതെ പോലെ ആ ഗോവിന്ദപ്പിള്ളെ നീ അറിയുകയില്ലേ? കോടീശ്വരനാ. അയാൾ നിന്നെ കല്യാണം ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുക. പിന്നെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ സങ്കടപ്പെടുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞാൻ നിന്റെ അമ്മയല്ലേ മോളെ? അതുകൊണ്ട് ഇതെല്ലാം സഹിക്കുന്നു. നിന്റെ സങ്കടമെല്ലാം ഞാൻ തീർത്തു തരാം. നമ്മുടെ മേനോൻ ആ ഗോവിന്ദപ്പിള്ളയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിരിക്കുക മോളെ. അയ്യോ, ഇനിയും എനിക്ക് സ്വൈര്യം തരില്ലേ? എങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഇങ്ങനെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ അവസാനിച്ചത് ഭാഗ്യം. ഏതായാലും ഞാൻ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം. ചേട്ടൻ ഇന്ന് തന്നെ പോകണം നിർബന്ധമാണോ? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ സരസ്വതി. വീട്ടിലാണെങ്കിൽ വേലക്കാരൻ മാത്രമേ ഉള്ളൂ. അവിടെ എന്തൊക്കെ ആയിട്ടുണ്ടോ എന്തോ. എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ. ശരീരത്തിന് നല്ല സുഖമില്ല. ചേട്ടനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായി കഴിഞ്ഞില്ലേ? ഇനി നീ എന്തിനാ വിഷമിക്കുന്നത്? കുറച്ച് ദിവസം ഒന്ന് വിശ്രമിക്കും. അപ്പോൾ ഈ ശരീരത്തിന്റെ അസുഖമൊക്കെ മാറും. വിശ്രമം കൊണ്ടൊന്നും പ്രയോജനമില്ല ചേട്ടാ. ആ ജപ്തി നടന്നപ്പോഴേ എന്റെ മനസ്സ് തകർന്നു. പിന്നെ മീനാക്ഷി അമ്മയുടെ തീരുമാനം കൂടി കേട്ടപ്പോൾ ഞാൻ വീണു പോകേണ്ടതായിരുന്നു. പക്ഷെ എങ്ങനെയോ ഞാൻ പിടിച്ചു നിന്നു. ആ കാര്യങ്ങളൊന്നും ഓർത്ത് നീ വിഷമിക്കരുത്. നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കുഞ്ഞോമന ഇവിടെ ഉണ്ട്. പിന്നെ കൂടെ കൂടെ ഞാൻ വരികയും ചെയ്യാം. അമ്മാവൻ പോകാൻ ഒരുങ്ങി കഴിഞ്ഞു. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാൻ ബേബി. മോളെ, അച്ഛൻ പോകട്ടെ. കല്യാണവും കഴിഞ്ഞ് ഒരുമിച്ച് പോകാനാണ് നമ്മൾ വന്നത്. പക്ഷേ അച്ഛൻ ഒറ്റയ്ക്ക് പോവുകയാണ്. മോളിവിടായി. എല്ലാം ദൈവനിശ്ചയമെന്ന് കരുതിയാൽ മതി. ഇനി മുതൽ ഇതാണ് മോടെ വീട്. എല്ലാം നോക്കിക്കണ്ട് വേണ്ടതുപോലെ ചെയ്യേണ്ടത് മോടെ കടമയാണ്. നീ എന്താ മോളെ കരയുന്നത്? ഇതുവരെ അവൾ എന്നോട് ഒന്നിച്ചാണ് കഴിഞ്ഞുകൂടിയത്. വേറെ പിരിയുമ്പോൾ വേദന തോന്നുകയില്ലേ? സാരമില്ല മോളെ. മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് പകരം നിനക്കൊരു അമ്മയെ കിട്ടി. ദൈവം നിന്നെ രക്ഷിക്കും മോളെ. ആരെങ്കിലും യാത്ര പുറപ്പെടാൻ നേരത്ത് കരയരുത് മോളെ. കരയാതെ. രവി, നിന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് പറയുന്നു. ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിക്കണം കേട്ടോ. ഇന്നേനെ ഡോക്ടറെ കാണിക്കാം മാവ. കേസിന്റെ കാര്യവും മറക്കരുത്. അപ്പീൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ ഒക്കുകയില്ല. കൂടെ കൂടെ വക്കീലിനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ അന്വേഷിച്ചു കൊള്ളണം. ശരി. ഇനിയെല്ലാം ഞാൻ ഈശ്വരനെ ഏൽപ്പിക്കുന്നു. ഞാൻ പോകട്ടെ. ഞാൻ വിട്ടോ. ഗോവിന്ദപ്പിള്ള അദ്ദേഹത്തെ കൂടെ ഇവിടെ ഇരുത്തിക്കൊണ്ട് എനിക്കിത് പറയാൻ അസാരം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ പറയാൻ പോവാ. നമ്മുടെ രാജമ്മയെ സംബന്ധം ചെയ്യാവുന്ന ഗോവിന്ദപ്പിള്ള അദ്ദേഹം നിശ്ചയിച്ചു തന്നെ നമ്മുടെ ഭാഗ്യ. ഓ, അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? എനിക്കൊരു വിവാഹം ചെയ്യണമെന്ന് തോന്നി. ഇവിടുത്തെ രാജമ്മ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അല്ലാതെന്താ? അങ്ങനെയാണെങ്കിൽ നാട്ടിൽ വേറെ പെൺകുട്ടികളില്ലേ? ഇവിടുത്തെ കുട്ടിയെ തന്നെ ഇഷ്ടപ്പെടാനാണ് എന്താ? അത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ്, സംശയമില്ല. ഓ, ഈ പൊന്നും പണവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. നല്ല തറവാട്ടിൽ പിറന്നതായിരിക്കണം പെണ്ണ് എന്നേ ഉള്ളൂ. അതിവിടെ ഉണ്ട്. അതാണല്ലോ ഈ വിവാഹം നടക്കാൻ ഞാൻ ഈ പിടിയൊക്കെ പിടിച്ചത്. അല്ല മീനാക്ഷിയമ്മേ, പറഞ്ഞ പോലെ പെൺകുട്ടി അങ്ങോട്ട് വിളിക്കൂ. ഒന്ന് കാണട്ടെന്നേ. അദ്ദേഹം കണ്ടിട്ടുള്ളതാണെങ്കിലും ഈ പെണ്ണ് കാണൽ എന്നീല കളഞ്ഞതൊക്കെ ഉണ്ടല്ലോ. അതല്ല അതിന്റെ മുറ പോലെ നടക്കട്ടെ. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം.
അപ്പുറത്ത് ആ ഗോവിന്ദപിള്ളയെ പറ്റി നിന്നെ കാണാൻ വന്നിരിക്കുന്നു. നീ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണോ? ആഹാ, എന്നിട്ട് ഈ കാര്യം ഇതുവരെ എന്നോട് പറയാതിരുന്നത് എന്താ? ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണോ കുഞ്ഞ്? അല്ലാതെ അറിഞ്ഞുകൂടി? നീ അപ്പുറത്തേക്കല്ലേ, അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. പങ്കി, നീ കൂടെ ചെല്ലേ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. അമ്പടി കേമി, കണ്ടോടി പങ്കി. എത്രയൊക്കെ ആയാലും പെണ്ണല്ലേ കൊച്ചമ്മേ, ഇതൊക്കെ വല്ലവരും പഠിപ്പിച്ചു കൊടുക്കണോ? നമസ്കാരം. നമസ്കാരം. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നായിരിക്കും അല്ലേ? അതെ, ഈ ദേഹത്തെ അറിയില്ലേ? അറിയാം. ഐ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചോദിച്ചാൽ മതിയോ? എന്തെങ്കിലും ചോദിക്കൂ. എന്താ പേര്? രാജമ്മ. എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് അറിയോ? അറിയാം. അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഉണ്ട്. ഈ മനുഷ്യൻ എനിക്കിഷ്ടമല്ല. വിവാഹത്തിനും ഞാൻ തയ്യാറല്ല. താൻ എന്തും പറഞ്ഞാണോ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഈ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ താൻ ചോദിക്കരുത്, ഞാൻ നിരപരാധിയാണ്. ഈ പെൺകുട്ടിയുടെ അമ്മ അങ്ങനെ പറഞ്ഞത്. താനും തോറ്റ അമ്മ എന്നെ അപമാനിച്ചില്ലടോ. നീ എന്താണ് ഈ കാണിച്ചത് നിനക്കറിയാമോ? നീ ആരെയാണ് അവമാനിച്ചു വിട്ടതെന്ന് നിനക്കറിയാമോ? അറിയാം. ഈ ജീവിതത്തിൽ എന്നെ ഇനി വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് അമ്മ കരുതണ്ട. അത്രക്കായോടി നിന്നെ പ്രസവിക്കാമെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാനും എനിക്കറിയാം. കല്യാണ പന്തലിൽ എന്റെ ശവമെ കൊണ്ടുവരും. എടീ, എന്താ പറഞ്ഞത്? ശവമേ? അതിനെ പറ്റി അഹങ്കാരി. ആ, അത്രക്കായോടി. നീ നിന്നെ ഞാൻ അതിനെ പറ്റി അഹങ്കാരി. അഹങ്കാരി. നീ പോയി.